നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാലോകരെ അവൻ മടങ്ങിയെത്തിയിരിക്കുന്നു. യെസ്, കഴിഞ്ഞ തവണത്തെ ബാലൻഡ്യൂർ വിന്നർ മടങ്ങിയെത്തിയിരിക്കുന്നു. ബാലൻഡ്യൂറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വിനിക്ക് അർഹതപ്പെട്ടത് റോഡ്രിക്ക് കൊടുത്തു എന്നൊക്കെയുള്ള വിവാദം ഒരു ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ പോലും റോഡ്രി എത്രത്തോളം മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുതിപ്പിൽ പ്രധാനപ്പെട്ട താരമാണെന്ന് തെളിഞ്ഞൊരു സീസൺ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയത്. അദ്ദേഹം ഇല്ലാതെ ശരിക്കും വലഞ്ഞു മാഞ്ചസ്റ്റർ സിറ്റി. വീണ്ടും ഇതാ അവൻ മടങ്ങിയെത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. റോഡ്രിഗോ, ആരാധകർ റോഡ്രി എന്ന് വിളിക്കുന്ന റോഡ്രിഗോ ഇതാ ഇന്നലത്തെ കളിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി. പകരക്കാരൻ്റെ റോളിൽ അദ്ദേഹം എർലിംഗ് ഹാലൻഡിനെ സബ് ചെയ്ത ഘട്ടത്തിൽ കളിക്കളത്തിലേക്ക് വന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ സിറ്റിക്ക് നൽകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 83-ാമത്തെ മിനിറ്റിൽ റോഡ്രി വരുന്നു. അത് എത്ര കളിക്ക് ശേഷമാണ്, എത്ര ദിവസത്തിന് ശേഷമാണ്? 240 ദിവസങ്ങൾക്ക് ശേഷം. ACL ഇഞ്ചുറി പറ്റി 240 ദിവസങ്ങൾക്ക് ശേഷമാണ് റോഡ്രി മടങ്ങിയെത്തുന്നത്. റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളി 50 കളികൾ മിസ് ചെയ്തതിന് ശേഷമാണ് മടങ്ങിയെത്തുന്നത്. ഇപ്പോഴിതാ ഇന്നലത്തെ കളിയും ടീം വിജയിച്ചു. അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റൊരു കളി കൂടി വിജയിക്കുന്നു. റോഡ്രി ഉണ്ടെങ്കിൽ സിറ്റി തോൽക്കില്ല എന്നുള്ളൊരു വാദമുണ്ടല്ലോ. അതാണ്, കണക്കുകളും അങ്ങനെയാണ്. സോ റോഡ്രിയുടെ മടങ്ങിവരവ് വലിയ പ്രതീക്ഷയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നൽകുന്നത്. എന്തിന്? ഇത്തവണ പ്രീമിയർ ലീഗിൽ കിരീടമില്ല, ഇത്തവണ കിരീടങ്ങളില്ലാതെ വലയുന്ന ടീമിന് പക്ഷേ ഈ സീസൺ മികച്ചത് എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഇനിയൊരു അവസരം കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, ക്ലബ്ബ് വേൾഡ് കപ്പാണത്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആദ്യ കളി ജൂൺ 18-നാണ്. വെയ്ഡാഡ് AC-ക്കെതിരെയാണ് ആ കളി. അതിനുശേഷം ജൂൺ 23-ന് അലൈൻ FC-യുമായിട്ട് കളിക്കുന്നു. ജൂൺ 27-നാണ് തീപ്പൊരി പോരാട്ടം യുവൻറ്റസുമായിട്ട് കളിക്കുന്നു. അപ്പോഴേക്കും ഇതാ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയ റോഡ്രി അവർക്കൊരു പ്രതീക്ഷാ വിളക്കായി മാറുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.